കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഗുരുതര ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിർദ്ദേശം അവഗണിച്ചാണ് രാഹുലിന്റെ നീക്കം. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന കേസ് നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA ഇന്നിതാ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഈ പല മാധ്യമങ്ങളും പറയുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ എതിർപ്പ് മറികടന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്ന്. യഥാർത്ഥത്തിൽ നൃപൻ അങ്ങനെയാണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് തടയാൻ പ്രതിപക്ഷ നേതാവിന് കഴിയാതെ പോകുന്നതല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ? തീർച്ചയായും നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും. കാരണം പ്രതിപക്ഷത്തിന്റെ നേതാവ് സഭയിൽ കത്ത് നൽകുന്നു. അദ്ദേഹം പാർട്ടിയുടെ അംഗത്വത്തിലുള്ള ആളല്ല, UDFന്റെ അംഗത്വത്തിൽ വരുന്നയാളല്ല, അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർക്ക് കത്ത് നൽകുന്നു. മാത്രമല്ല, മുതിർന്ന നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിൽ എത്തില്ല എന്ന സന്ദേശം തന്നെയാണ് നമുക്കടക്കം നേരത്തെ നൽകിയത്. പക്ഷെ അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തുന്നതാണ് കണ്ടത്. പക്ഷേ അത് പ്രതിപക്ഷ നേതാവ് അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിൽ എത്തുമോ എന്ന ചോദ്യം ന്യായമായി വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിന്റെ MLAക്ക് വരാൻ കഴിയുമോ? മാത്രമല്ല, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതിരോധത്തിലായിട്ടുള്ളത് ഇക്കാര്യങ്ങളും സംബന്ധിച്ച ലൈംഗിക പീഡന കേസുകൾ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു, മൊഴി നൽകുന്നു. ഒപ്പം തന്നെ 3.5 വർഷത്തിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവിന് ഈ സംഭവങ്ങൾ അറിയാമായിരുന്നു എന്ന് നടി റീനി വെളിപ്പെടുത്തുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ രാഷ്ട്രീയമായി ഈ പ്രതിപക്ഷത്തിന് ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ് സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. പക്ഷേ എങ്ങനെ ഈ സമ്മർദ്ദത്തിന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ലീഡർഷിപ്പും വഴങ്ങി എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അതിന്റെ സമ്മർദ്ദത്തിന് പ്രതിപക്ഷ നേതാവ് വഴങ്ങേണ്ടി വന്നു? അത് സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും വി ഡി സതീശനും അടങ്ങുന്ന പവർ ഗ്രൂപ്പിൽ വിള്ളലുണ്ടാകുന്നു? വീണ്ടും ഷാഫി സമ്മർദ്ദം ചെലുത്തുന്നു. ആ സമ്മർദ്ദത്തിലെ അവസാനം പ്രതിപക്ഷ നേതാവ് വഴങ്ങാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യം ന്യായമായി വരുന്നുണ്ട്. അത് വിശദീകരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ആ പറഞ്ഞ പോയിന്റാണ് ഇവിടെ ഏറ്റവും പ്രസക്തം. ഇവിടെ നമ്മളോട് സംസാരിച്ച ഇവരുടെ നേതാക്കളൊക്കെ പറയുന്നതാണ്, ഇപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത്, K മുരളീധരൻ ഒക്കെ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് പങ്കെടുക്കുന്നത് തടയാൻ കഴിയില്ല എന്നാണ്. ആ ജനപ്രതിനിധി ഉണ്ടാക്കിയ നാണക്കേട് കാരണമാണ് അയാൾക്കെതിരെ ഈ പ്രശ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെ ഒരാളോട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അത് തെളിയുന്നത് വരെ സഭയിൽ പങ്കെടുക്കരുത് എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പിന് ഇല്ലാതെ പോയി എന്നതല്ലേ പ്രധാനപ്പെട്ട വിഷയം. അവിടെയല്ലേ എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്ന നാട്ടിൽ ഉയർന്നു വരുന്ന ചർച്ച ബലപ്പെടുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലൊരു ചർച്ചയുണ്ടായിരുന്നു. ഈ ലൈംഗിക ആരോപണം വന്നപ്പോൾ ആദ്യം നിഷേധിച്ച് രംഗത്തെത്തിയ ആളാരാണ്? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് തൊട്ട് പിന്നാലെ അന്ന് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് നമുക്ക് പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ കർശനമായ നടപടിയെടുക്കുന്നു, തുടർ നടപടിയും പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. അവിടെ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിൽ പാർട്ടി വളരെ ബുദ്ധിമുട്ടോടുകൂടി മനസ്സിന്റെ വേദനയോടുകൂടിയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തുവെന്ന് രണ്ടാമത് തിരുത്തി പറയുന്നു. അതിനുശേഷം സൈബർ ആക്രമണം നേരിടുന്ന ഘട്ടത്തിലും അദ്ദേഹം കത്ത് നൽകുന്നു. കത്ത് നൽകിയ ശേഷം കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം നൽകിയ സന്ദേശം എന്താണ്? അദ്ദേഹം നൽകിയത് രാഹുൽ സഭയിലെത്തില്ല എന്ന സന്ദേശം തന്നെയാണ് പല നേതാക്കളും നൽകിയത്. പക്ഷേ മറുഭാഗത്ത് ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിലുള്ള വലിയ തരത്തിലുള്ള സൈബർ ക്യാമ്പയിൻ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മുതിർന്ന നേതാക്കളുമായി, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ തന്നെ ആശയവിനിമയം നടത്തി. ഇതിനൊക്കെ ശേഷം ഇന്ന് രാവിലെ തന്നെ സഭാ സമ്മേളനം ആരംഭിക്കുന്ന ആദ്യ ദിവസം തന്നെ കോൺഗ്രസിനെയും UDFനെയും പ്രതിക്കൂട്ടിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി തീരുമാനിച്ച് എത്തുമെന്ന് കോൺഗ്രസിലെ ലീഡർഷിപ്പിൽ ആരും കരുതുമെന്ന് തോന്നുന്നില്ല. ഇതിൽ വ്യക്തമായ ആസൂത്രണമുണ്ട്. അതായത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുക. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷണ കവചം ഒരുക്കി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമ ഷജീർ നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ തലസ്ഥാന ജില്ലയിലായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസ് പുറത്താക്കിയെന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് അവർ പറയുന്ന, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് അവർ പറയുന്ന നേതാവിന് അനുഗമിച്ചെത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ്. എന്തെങ്കിലും മറുപടി കോൺഗ്രസിന് അത് പറയാനുണ്ടോ നൃപൻ? ഇവർ തമ്മിലുള്ള ഈ അന്തർധാര സജീവമല്ലെങ്കിൽ ഈ നേമം ഷജീർ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുഗമിച്ച് നിയമസഭയിലെത്തുമോ? തീർച്ചയായും. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു എങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് നേമ ഷജീർ കൂടി വന്നത് നമുക്ക് മനസ്സിലാക്കാം. യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹത്തെ നടപടിയെടുത്തു എന്ന് പറയുന്നു. KPCC അംഗത്വമല്ല, അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ ഇല്ല.
എന്ന കാര്യം KPCCയുടെ വിശദീകരണം വരുന്നു. അത് നിയമസഭയിൽ കത്ത് നൽകി. അതിനുശേഷം തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളടക്കം കവചമൊരുക്കി നിയമസഭാ കവാടം കടന്ന് ലിഫ്റ്റിൽ കയറി നിയമസഭാ ഹാളിലേക്ക് പ്രവേശിക്കുന്നത് വരെ പൂർണ്ണ സംരക്ഷണം നൽകുന്നത് നേമം ഷജീറും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളുമാണ്. അതെങ്ങനെയാണ് കോൺഗ്രസിന് വിശദീകരിക്കാൻ കഴിയുക? ഒപ്പം തന്നെ സൈബർ ഹാൻഡിലുകളിൽ പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും മറുഭാഗ നേതാക്കളെ കരിവാരിത്തേക്കുകയും വളരെ അശ്ലീലം നിറഞ്ഞ വളരെ മോശം പരാമർശം നടത്തുകയും സൈബർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഡിജിറ്റൽ മീഡിയയിൽ തന്നെ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം നേതാക്കളാണ്. അതേ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ നിഷേധിച്ച് പറഞ്ഞ പല അഭിപ്രായങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് VD സതീശൻ നോക്കി നിൽക്കെ തന്നെ നിയമസഭാ ഹാളിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ KPCCയുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആ നേതൃത്വത്തോട് അടുത്ത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷ നേതാവ് അവസാനം ഗതികെട്ട് തുറന്നു പറഞ്ഞു, സൈബർ ആക്രമണം തനിക്കെതിരെ മാത്രമാണ് ഉണ്ടാകുന്നത്, എല്ലാവരും കൂടി ചേർന്നെടുത്ത നടപടിയാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷ നേതാവ് എവിടെയെങ്കിലും പരസ്യമായി പറഞ്ഞിരുന്നോ രാഹുൽ സഭയിൽ വരരുതെന്ന്? ഇല്ലല്ലോ. നമ്മൾ ആരെങ്കിലും കേട്ടോ? നിർബന്ധം കേട്ടിരുന്നോ? തീർച്ചയായും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ പാർട്ടി സംഘടനയിൽ നിന്ന് നടപടിയെടുത്തു എന്ന് പറഞ്ഞതല്ലാതെ ക്ലോസ്ഡ് ചാപ്റ്റർ ആ ചാപ്റ്റർ അടഞ്ഞിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹം രാഹുൽ സഭയിലെത്തുമോ എന്ന ചോദ്യത്തിനെല്ലാം അടഞ്ഞ അധ്യായം എന്ന് പറയുകയല്ലാതെ സഭയിലെത്താൻ പാർട്ടി അനുമതി നൽകിയിട്ടുണ്ടോ, പാർട്ടിയുടെ നിലപാട് എന്താണ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭാ നേതാവ് പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അത് ഒക്കെ തന്നെയാണ് മനു ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി ജനരോഷം തണുപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കൾ കളിച്ചൊരു നാടകമാണോ, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായി സംരക്ഷണ കവചം പാർട്ടി തന്നെ തീർത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ പൂർണ്ണമായി പിന്തുണയോടുകൂടി അദ്ദേഹം സംരക്ഷണം നൽകി ആ സഭയിൽ രാഹുലിനെ എത്തിക്കുന്നു. രാഹുൽ ഇപ്പോഴും കോൺഗ്രസിന്റെ അംഗമായി സഭയിലെത്തി. ഇനി പാർട്ടിയുടെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് തന്നെയാണ് വളരെ ലാഘവത്തോടെ. അദ്ദേഹം പാർട്ടി സസ്പെൻഷൻ നടപടി എടുത്തു എന്നല്ലാതെ അദ്ദേഹം പാർട്ടിയുടെ MLA ആണ്, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സഭയിലെത്താനുള്ള അവകാശമുണ്ട്, കടമയുണ്ട് എന്ന തരത്തിൽ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതൊക്കെ തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ഇതിൽ സ്വാഭാവികമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. VD സതീശന് മുമ്പ് തന്നെ 3.5 വർഷത്തിന് മുമ്പ് തന്നെ ലഭിച്ച പരാതി, യുവ നടി തന്നെ പറഞ്ഞ വെളിപ്പെടുത്തൽ, തുടർന്ന് നടന്ന ആരോപണങ്ങൾ, പാർട്ടിയുടെ ലീഡർഷിപ്പിൽ തന്നെ ഉള്ള കുടുംബത്തിലെ അംഗങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ, ഒപ്പം തന്നെ അത് സംബന്ധിച്ച് 9ഓളം AICC കമ്മിറ്റിക്ക് തന്നെ നേരിട്ട് ലഭിച്ച പരാതികൾ, ഇത്തരം കാര്യങ്ങൾ പൂഴ്ത്തിവെച്ച് ഇത്രകാലം നേതാവായി ഉയർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അവസാന നിമിഷവും കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് കൈവെടിയുന്നില്ല എന്നത് തന്നെയാണ്. ആ മുഖമാണ് കോൺഗ്രസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇരട്ട മുഖമാണ് രാഹുൽ ഇന്ന് സഭയിലെത്തിയതോടെ വ്യക്തമാകുന്നത്. മനു.